സംഭവങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ പോകുന്നത്. വന്നിരിക്കുന്നവരെല്ലാം പ്രത്യേകിച്ച് ശൈത്യമൊക്കെ അനുമോളെ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നോവിക്കുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ ലൈവ് പോകുന്നത്. ഇവരൊക്കെ എന്ത് ഗെയിമേഴ്സ് ആണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടായിരിക്കും ആദ്യം തന്നെ ഔട്ടായത്. ഇവർക്കൊക്കെ കുറച്ച് കോമൺ സെൻസോട് കൂടി ചിന്തിച്ചൂടെ? പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അകത്തേക്ക് വന്നിട്ട് അവിടെ നല്ല സപ്പോർട്ട് അവിടെയുള്ള കണ്ടസ്റ്റൻറ്റിനെ ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കുത്തി നോവിക്കുമ്പോൾ പ്രേക്ഷകർ അവരുടെ കൂടെയാണോ നിൽക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഗെയിമേഴ്സിനാണോ എൻ്റെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറ്റിയത്? ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ്. അനുമോളെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത്. ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, അനുമോളും ശൈത്യം തമ്മിലുള്ളത്. നമുക്ക് നോക്കാം അതെന്താണെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അനുമോളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ബിൻസി എത്തിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഷാനവാസിനോടൊരു പണി ബിൻസി കരുതി വെച്ചിട്ടുണ്ട്. അത് അനുമോളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനുമോളോട് പ്രത്യേകിച്ച് ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പാനി ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. വേറെ ആരും അങ്ങനെ സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അനുമോൾ അങ്ങോട്ട് കയറി സംസാരിക്കുന്നുണ്ട്. ശൈത്യമൊക്കെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യണ കണ്ടപ്പോൾ ബിൻസിയുടെ അടുത്ത് പോയിരുന്നു. ബിൻസിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ബിൻസിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്തിന് പുറത്തൊക്കെ കുഴപ്പമുണ്ടായോ, അപ്പാനിയായിട്ട് മിണ്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബിൻസി ഞാൻ മിണ്ടിയല്ലോ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന്. പക്ഷേ അപ്പാനിയായിട്ട് ബിൻസി അങ്ങനെ അധികം മിണ്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇവർ ഔട്ടായി പോയ ശേഷം ഭയങ്കരമായിട്ട് രണ്ടാളോട് കെട്ടിപ്പിടിച്ച് കരച്ചിലും ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ രണ്ടാളും. പക്ഷെ പെട്ടെന്ന് എന്ത് പറ്റി? പുറത്താണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം അവർ അത്തരത്തിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇഷ്യൂസ് നമുക്കറിയാം എന്താണെന്നുള്ളത്. പക്ഷെ അനുമോൾ അത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മിണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ബിൻസി പറയാണ്, ആ ഷാനവാസിനെ ഞാൻ കൊടുക്കുന്നുണ്ട്, പുറത്തിറങ്ങട്ടെ, അയാളുടെ ഒരു കോമ്പോ, ആൾ ഇറങ്ങട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ടെന്ന്. അതായത് ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ഒരു പ്രശ്നം അതെന്ത് തന്നെ ആയിക്കോട്ടെ, പുറത്ത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത് ഷാനവാസാണ്. ബിഗ് ബോസ് അത് പരമാവധി കാണിക്കാതിരിക്കാനോ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് അത് ഹൈലൈറ്റ് ചെയ്ത് അത് കാണിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പിന്നെ പിന്നെ കാണിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ കുറേ ബുള്ളിങ് ബിൻസിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഷാനവാസാണ് കാരണം എന്നുള്ളതും ബിൻസി ഇപ്പോൾ അനുമോളോട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ശരിയാക്കുന്നുണ്ട്, അയാൾ പുറത്തോട്ട് ഇറങ്ങട്ടെ, അയാൾ ഞാൻ കൊടുക്കുന്നുണ്ട്, പാല് കുടിച്ചിരിക്കുകയാണ് അയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെ പറയുന്ന രംഗമാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിലെത്തുന്ന വരെ അനുമോളെ കുറ്റം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ വീടിനകത്ത് എത്തിക്കഴിയുമ്പോൾ അനുമോളെ കുറ്റം പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അനുമോളെ അവോയ്ഡ് ചെയ്യാതിരിക്കാനെങ്കിലും ഒരു ശ്രമം നടത്താമായിരുന്നു. അനുമോൾ വിന്നർ ഒട്ടും താല്പര്യമില്ല. ഇവരുടെ വിന്നർ ആവാനായിട്ട് ഇവർക്ക് താല്പര്യം അനീഷ് വിന്നർ ആവണം എന്നാണ്. അത് അവർ പല ഇൻ്റർവ്യൂസിലും പല എയർപോർട്ടിൽ വെച്ചിട്ടാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അനുമോൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പ്രേക്ഷകർ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം മറന്നുപോയിട്ടാണോ എന്ന് അറിയില്ല. എല്ലാവരും കൂടി അവിടെ കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.